മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിന് ഒരിക്കലും കാമം എന്നൊരു വികാരം ഉണ്ടാവില്ല. ജീവനുള്ള ശരീരത്തിലെ കാമം എന്ന വികാരം ഉണ്ടാവുള്ളൂ എങ്കിൽ എല്ലാവരുടെയും വരവ് എവിടുന്നാണ് ആദ്യം? കേവലം മനസ്സിൽ നിന്നാണോ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണ്, അല്ലെ? അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നത് ശരിയല്ലേ? ഇവിടെ മനസ്സെന്ന് പറയുന്ന സത്തും ശരീരമെന്ന് പറയുന്ന അസത്തും. അതെന്താ ഭഗവാനെ അങ്ങനെ സത്തും അസത്തും എന്ന് പറഞ്ഞത്? അസത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എപ്പോഴും കൂടെയില്ലാത്തത്. അസത്ത് എന്ന് പറഞ്ഞാൽ 5 അർത്ഥങ്ങളുണ്ട്. അതിനെ വളരെ ശ്രദ്ധിക്കൂ. ഈ അസത്ത് എന്നുള്ള ശബ്ദം എന്താണ് അതിനർത്ഥം? മാറ്റമുള്ളതെന്തോ അതസത്ത്, നാശമുള്ളതെന്തോ അതസത്ത്, എപ്പോഴും കൂടെയില്ലാത്തതെന്തോ അതസത്ത്. ഈ ശരീരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടോ? ഉണ്ടല്ലോ സ്വാമി. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ഈ ശരീരം 10 കൊല്ലം കഴിഞ്ഞാലുണ്ടോ? 5 കൊല്ലം കഴിഞ്ഞാലുണ്ടോ? അപ്പൊ കൂടെയില്ലേ ഇത്? എന്തിനു പറയണോ? ഉറക്കത്തിലുണ്ടോ? ഉറക്കത്തിൽ നമ്മുടെ കൂടെ ശരീരമുണ്ടോ? സ്വപ്നം കാണുമ്പോഴുണ്ടോ? ഇല്ല. അപ്പൊ ഈ ശരീരത്തെ എന്ത് വിളിക്കാം? അസത്ത് എന്ന് വിളിക്കാം. മാറ്റമുള്ളത്, നാശമുള്ളത്, കൂടെ എപ്പോഴും ഇല്ലാത്തത്. ഇനിയുമുണ്ട് ഇതിന്റെ പ്രത്യേകതകൾ. അതെന്താണത്? മരിച്ചു കഴിഞ്ഞാൽ കൂടെ വരാത്തത്. വരുമോ? വരില്ല. ഇനി എന്താണ് മറ്റൊന്നുള്ളത്? ഈ ശരീരത്തിന് വേറെ വല്ലതുമുണ്ടോ? ഇത് മാറിക്കൊണ്ടിരിക്കും, ഇത് എപ്പോഴും കൂടെ ഉണ്ടാവില്ല, ഇത് നമുക്ക് നാശമുള്ളതാണ്, ഇത് നമ്മുടെ കൂടെ വരില്ല, ഇതിന് സുഖദുഃഖങ്ങളെ തരാൻ സാധിക്കും. ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സാധനത്തെയാണ് അസത്ത് എന്ന് വിളിക്കുന്നത്. എന്നാൽ മനസ്സ് സത്താണ്. അതെന്താ അതിനെ സത്ത് എന്ന് വിളിക്കാൻ കാരണം? കാരണം ശരീരം നശിച്ചാലും ആര് നശിക്കുന്നില്ല? അത് വരാൻ ലേശം പ്രയാസമുണ്ട്. ഈ മനസ്സ് നശിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം വരാൻ കാരണം നമ്മൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുന്നതോടുകൂടിയിട്ട് എല്ലാം കഴിഞ്ഞു എന്നാണ് ചിലരൊക്കെ തീരുമാനിക്കുന്നത്. ഈ ജീവൻ നശിക്കുന്നില്ല, ബാക്കിയൊക്കെ നശിക്കുന്നു എന്നാണ്. നോക്കൂ, ഈ ജീവൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഏതിനെയാണ്? മനസ്സിനെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ആദ്യം പോകുന്നത് മനസ്സും പ്രാണനുമാണ്. പിന്നെ ഏത് പോകുന്നുള്ളൂ? ആ ജീവന്റെ പ്രകടനം ഇല്ലാതെയാവുന്നുള്ളൂ. ജീവൻ പോവുകയല്ല ചെയ്യുന്നത്, ആ ജീവന്റെ പ്രകടനം ഇല്ലാതെയാവുക ചെയ്യുന്നത്. മനസ്സിലായില്ല? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാൻ. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഈ അവയവങ്ങളൊക്കെ ചിലത് മാറ്റാൻ സാധിക്കുന്നത് അപ്പോഴും ആ ശരീരത്തിൽ ജീവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ എന്തില്ല? ജീവന്റെ സാന്നിധ്യമുണ്ട്, മനസ്സില്ല. അല്ലേ? ശരിയല്ലേ? ചിന്തിക്കും നിങ്ങൾ, നല്ലോണം ചിന്തിച്ചുറപ്പിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ജീവൻ എന്ന് പറയുന്നത് ഈ മനസ്സിനെ തന്നെയാണ്. അപ്പൊ മനസ്സ് നശിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സിന് വീണ്ടും വരേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്രകൃതി അങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഏത് ജീവജാലത്തിനും വരണമെങ്കിൽ ആദ്യം മനസ്സിലൂടെ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. മനസ്സില്ലാതെ ഒരു ജീവജാലത്തിനും വരാൻ സാധ്യമല്ല. വികാരങ്ങൾ വന്നാലേ വരാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെയുള്ള മനസ്സാകുന്ന സത്തും ശരീരമാകുന്ന അസത്തും ഇത് രണ്ടും ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ പറയുന്നു, ആര് മാത്രമേ ഉള്ളൂ? അഹമേവ ആസി, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മള് രാവിലെ എണീക്കുന്ന സമയത്ത് ശരീരബോധവുമില്ല, മനസ്സുമില്ല. ഉണ്ടോ? പക്ഷെ അപ്പോഴും പ്രാണന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ ശരീരത്തിൽ ക്രിയകൾ നടക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ അപ്പോഴും ഒരു ജ്ഞാനത്തിന്റെ പ്രവർത്തനമുണ്ട്. സെല്ലുകൾ ജനിക്കുന്നു, മരിക്കുന്നു, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ നടക്കുന്നുണ്ട്. എത്ര ശ്വാസം എടുക്കണം, എത്ര ശ്വാസം പോകണം, എങ്ങനെ ഹാർട്ട് പ്രവർത്തിക്കണം, ഈ ജ്ഞാനമൊക്കെ ഉണ്ടല്ലോ. ജ്ഞാനശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ഇച്ഛാശക്തി, എല്ലാം ഈ ശരീരത്തിൽ അപ്പോഴും ഉണ്ട്. ഈ ശക്തികളെ ആരാ നിലനിർത്തിയത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. പിന്നീടാണ് മനസ്സുണർന്നു വരുന്നത്. മനസ്സുണർന്നതിന് ശേഷമാണ് ശരീരം ഉണർന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിനും മനസ്സിനും മുമ്പിൽ അതിനൊക്കെ ആദ്യം ആര് തന്നെയാണ് കൂടെയുള്ളത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അഹമേവ ആസീത് അഗ്രേ, എല്ലാറ്റിനും മുമ്പിൽ ഞാനാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേര് പരമകാരണം എന്നാണ്. എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്നവനാരോ
അവൻ ഭഗവാൻ. ഇനി ഗീതയിൽ നിങ്ങൾ നോക്കൂ, ഭഗവാൻ പറയുന്നത് ഞാൻ ഏത് രൂപത്തിലിരിക്കുന്നു? 10-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയും, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദ്യം ച മദ്യം ച ഭൂതാനാമന്തമേവ ച. അഹം ആത്മാ. ഭഗവാൻ ആരുടെ രൂപത്തിലാണ്? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ചൈതന്യം തന്നെയാണ്. ഇത് നമ്മൾ നിങ്ങോട്ട് ഉറപ്പിക്കണം. അങ്ങനെ ഞാനും നിങ്ങളും ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അത് യാതൊരു സംശയം ഉണ്ടാവരുത്. അപ്പം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് സത്തായിരിക്കുന്ന മനസ്സും അസത്തായിരിക്കുന്ന ശരീരവും വന്നിരിക്കുന്നത്. ഇനി ഭഗവാൻ പറയണു, അത് വന്നതിന് ശേഷം ഭഗവാൻ എവിടെ ഇരിക്കണോ? പശ്ചാദഹം. പശ്ചാന്ന് പറഞ്ഞാൽ അതിനുശേഷം. അപ്പോഴും ഞാനുണ്ട്. ആരുണ്ട്? ഭഗവാനുണ്ട്. അതായത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് കാരണത്തിൽ നിന്ന് വന്ന കാര്യം കാര്യത്തിൽ കാരണം തന്നെ ഇരിക്കണം. സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണം, സ്വർണം എവിടെ ഇരിക്കണോ? ആഭരണത്തിൽ തന്നെ ഇരിക്കണം. അതുപോലെ മണ്ണിൽ നിന്നുണ്ടായ പാത്രം, മണ്ണെവിടെ ഇരിക്കണോ? മണ്ണിൽ തന്നെ ഇരിക്കണോ. നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്നും പ്രകടമായതിൽ തന്നെയാണ് ഈശ്വരൻ. അവരും ഈശ്വരനെ വേറെയായിട്ട് കാണുകയാണ്. നമ്മൾ ഈശ്വരനെ വേറെയായിട്ട് കാണുന്നില്ല. ഈശാവാസ്യമിതം സർവം. എല്ലാം ഇരിക്കുന്നത് ഈശ്വരനിൽ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ. നമുക്ക് ഈ പറയുന്നത് അങ്ങോട്ട് ദൃഢമാവാത്തതിന് കാരണം കുട്ടിക്കാലം മുതലേ നമ്മൾ ഈശ്വരനെ വ്യക്തിയാക്കി വെച്ചു. വ്യക്തികളൊക്കെ ഓരോ വ്യത്യസ്തമായ രൂപവിശേഷങ്ങളും കഴിവുള്ളവരുമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് യാചിക്കുന്നതും കേഴുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പൊ നമ്മളെ താഴ്ത്തിക്കൊണ്ട് പറയാണ്, അങ്ങയ്ക്ക് ശക്തിയുണ്ട്, എനിക്ക് ശക്തിയില്ല. അങ്ങയ്ക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. അങ്ങ് എല്ലാറ്റിനും പ്രാപ്തനാണ്, ഞാൻ പ്രാപ്തനല്ല. അങ്ങനെ നമ്മൾ ഒരു അടിമയെന്നും ഈശ്വരനെ ഒന്ന് ഒരു ഉടമസ്ഥനെന്നും ഉള്ള ഭാവം വെച്ചു കളഞ്ഞു. അപ്പൊ നമ്മളൊരു ഗ്യാപ്പ്, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കി. നമ്മൾ ഭഗവാന് കുറെ ശക്തികൾ ആരോപിച്ചു, നമ്മളെ ഭഗവാനിൽ നിന്നും വളരെ താഴ്ത്തി വെച്ചു. കാരണം നമ്മൾ കാണുന്നത് നമ്മുടെ മനസ്സിന്റെ കഴിവുകേടാണ്. എന്നാൽ ഭഗവാനാണെങ്കിലോ മനസ്സിനും അപ്പുറത്താണ്. ആരുടെ സ്ഥാനം? ഭഗവാന്റെ സ്ഥാനം. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മളിലേക്കല്ല നോക്കി പഠിച്ചത്. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. സ്കൂളിലൊരു ടീച്ചർ കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓരോ വാക്കുകളുടെയൊക്കെ മലയാള അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കാറ്റ് പൂച്ച, റാറ്റ് എലി, എലഫന്റ് ആന, ഇങ്ങനെ പറഞ്ഞ് ടീച്ചർ എന്റെ ഇടയിൽ പറഞ്ഞു മൈ ഹെഡ്, എന്റെ തല. കുട്ടി അവിടെ എന്തെഴുതിച്ചു അറിയോ? മൈ ഹെഡ്. ടീച്ചർ ഇങ്ങനെയല്ലേ പറഞ്ഞത്? എന്റെ തല എന്നല്ലേ പറഞ്ഞു, ടീച്ചറുടെ തല. അതെഴുതി വെച്ചു. എന്നിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഗംഭീരമായിട്ട് കുട്ടി മനപ്പാഠം ചെയ്യുന്നുണ്ട്. കാറ്റ്, റാറ്റ് ഇങ്ങനെ വായിച്ച് കുട്ടി പറയുന്നു മൈ ഹെഡ്, ടീച്ചറുടെ തല, മൈ ഹെഡ്, ടീച്ചറുടെ തല. അച്ഛൻ ചോദിച്ചു, എന്ത് പൊട്ടതലാടാ നീ വായിക്കുന്നത്? മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ തല എന്നാണ് അർത്ഥം, എന്റെ തല എന്നല്ലേ അർത്ഥം. കുട്ടി അച്ഛനെ ഒന്ന് നോക്കി, മുടിയില്ല. എന്നാലും കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അത് മാറ്റിയേക്കാം. ആരുടെ തല? മൈ ഹെഡ്, അച്ഛന്റെ തല. മൈ ഹെഡ്, അച്ഛന്റെ തല. കാരണം അച്ഛനാണല്ലോ മൈ ഹെഡ് എന്ന് പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മളിലേക്ക് നോക്കില്ല, മറ്റുള്ളവരുടെ തലകളിലേക്കൊക്കെ നോക്കും. നമ്മളിലേക്ക് നോക്കിയാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോ ഭഗവാൻ ഇരിക്കുന്നത് നമ്മളിലാണ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഭഗവാനേ ഉള്ളൂ, രണ്ടാമതും ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. ഇനി എല്ലാം അവസാനിച്ചാലും അവശേഷിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഉറക്കത്തിൽ മനസ്സിന്റെ പ്രവർത്തനവും ഇല്ല, ഉറക്കത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനവും ഇല്ല. പക്ഷെ അപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ ഭഗവാനിൽ നിന്നും വന്നു, ഭഗവാനിൽ നിലനിന്ന് ഭഗവാനിൽ ഇവിടെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കാറ് ഭഗവാൻ ഉള്ളിലുണ്ട്, ഭഗവാൻ മനസ്സിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് നമ്മൾ പറയുമ്പോൾ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഏതിന്റെ ഉള്ളിൽ? ഏതിന്റെ ഉള്ളിൽ? തലയുടെ ഉള്ളിലോ? ശരി, മനസ്സിന്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കണം. അപ്പം ഭഗവാൻ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നുവെങ്കിൽ ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുക്കുന്നത് ആരാണ്?
ഒരു സ്പൂൺ പഞ്ചസാര ചായയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയണം പഞ്ചസാര എവിടെ ഇരിക്കണു? ചായയിലിരിക്കണു. അപ്പൊ പഞ്ചസാരയ്ക്ക് ഇരിക്കാൻ ഇടം കൊടുത്തത്, അല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ ഇടം കൊടുത്തത് ചായയാണ്. ഇതുപോലെ ഭഗവാൻ മനസ്സിലിരിക്കണു പറഞ്ഞാൽ ഭഗവാന് ഇരിക്കാൻ ഇടം കൊടുത്തത് ആരാണ്? മനസ്സ്. അപ്പൊ ഭഗവാനേക്കാളും കേമല്ലേ മനസ്സ്? കാരണം ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നത് മനസ്സാണ്. അങ്ങനെ ആയിരിക്കുമോ? ഭഗവാൻ നമ്മുടെ ഉള്ളിലായിരിക്കുമോ? അങ്ങനെയല്ല വാസ്തവത്തിൽ. അത് നമ്മൾ അപകടം പറഞ്ഞ് പരിശീലിച്ചതാണ്. നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. വാസ്തവത്തിൽ ഭഗവാനിലാണ് കൂടിയിട്ട് ആ ഭഗവാനെ ഭജിച്ചു, ആ വിവേകമുള്ള മനസ്സ് ഭജിച്ചു, അദ്ദേഹത്തിന് വെളിപ്പെട്ടു. അങ്ങനെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മാവേ, അങ്ങ് ഈ കാര്യം മനസ്സിലാക്കൂ. എന്താണ്? എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടത്? ഏത് തത്വത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അങ്ങയുടെ സൃഷ്ടിക്രമങ്ങൾ ചെയ്യേണ്ടത്? ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ചതുശ്ലോകി ഭാഗവതം. ഭാഗവതത്തിലെ 9-ാമത്തെ അധ്യായം, 2-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തില് 32, 33, 34, 35 ശ്ലോകങ്ങൾ. ഇത് ഭാഗവതം പഠിക്കുന്നവര് മനഃപ്പാഠമാക്കി വെക്കണം. ഇതാണ് ചതുശ്ലോകി ഭാഗവതം. ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ദിവസവും ഭാഗവതം അനുസ്മരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി. രാവിലെ എണീറ്റ് 4 ശ്ലോകം ചൊല്ലാൻ എത്ര സമയമെടുക്കും? ഇത് ചൊല്ലിയാൽ മതി. ചൊല്ലാം. അഹമേവാസമേവാഗ്രേ നാന്യദ്യ സതസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേദസോസ്മ്യഹം ഹൃദേർത്തം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാത്തമാ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവദേശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തദാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാം അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ഇത് ഉൾക്കൊണ്ടാൽ എന്താ ഗുണം? ഭഗവാൻ പറയാണ് ഇതിന്റെ റിസൾട്ട്. ആദ്യം ഇഫക്റ്റ് പറയാണ്, പിന്നെ റിസൾട്ട് പറയാണ്. എന്താണത്? ഏതന്മതം സമാദിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി കരിഹിജിൽ. കരിഹിജിൽ ഒരിക്കലും വിമുഹ്യതി. ജീവിതത്തിൽ ഒരിക്കലും അങ്ങയ്ക്ക് തളരേണ്ടതില്ല. ജീവിതത്തിൽ ഒരിക്കലും കരയേണ്ടി വരില്ല. ആർക്ക്? ഏതൻ മതം സമാധിഷ്ഠ. ഞാൻ ഈ പറഞ്ഞതിനെ നല്ലവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ടി വരില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ടതില്ലാത്തൊരറിവാണ് ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത്. എന്താണത് പറയുന്നത്? അഹമേവാസമേവാഗ്രേ നാന്യദ്യ സതസൽപരം പശ്ചാദഹം യദേതശ്ചാം യോവശിഷ്യേതസോസ്മ്യഹം ഹൃദേത്തം യത് പ്രദീയേതം ന പ്രദീയേത ചാത്മനി തദ്വിദ്യാലാത്മനോ മായം യഥാ ഭാസോ യഥാ തമാം യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവദേശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തദാ തേഷു ന തേഷുഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യം യസ്യാൽ സർവത്ര സർവതാ. അഹമേവ ആസം അഗ്രേ. അഗ്രേ ബ്രഹ്മാവേ. അഗ്രേ. അഗ്രേ എന്ന് പറഞ്ഞാൽ അഗ്രം. വളരെ ലളിതമാണ് ഈ സംസ്കൃതമൊക്കെ. നിങ്ങൾ വിചാരിക്കേണ്ട അത്ര പ്രയാസമുണ്ടെന്ന്. നമ്മൾ അഗ്രം എന്ന് പറയാറില്ലേ? അറ്റം. ഇവിടെ അർത്ഥം തുടക്കത്തിൽ, ആരംഭത്തിൽ.
ഏതിന്റെ ആരംഭത്തിൽ? സത്ത് അസത്ത്, സത്തിന്റെയും അസത്തിന്റെയും. എന്താ സത്ത് അസത്തൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ സത്തിന്റെയും അസത്തിന്റെയും ആരംഭത്തിൽ അഹമേവ അഗ്ര ആസീത്, അഹം ഏവ, ഞാൻ മാത്രമാണ് ആസീത്, ഉണ്ടായിരുന്നുള്ളൂ. സെന്റൻസ് ക്ലിയർ ആയല്ലോ. സത്തിന്റെയും അസത്തിന്റെയും ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരെ എന്തൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ആ അക്ഷരങ്ങൾ എന്താണ്, പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക. ഇനി ഭഗവാൻ പറയുന്നു, ഇനി സത്തും അസത്തും അതിന്റെ ആരംഭത്തിലാണല്ലോ പറഞ്ഞത്. ഇനി അതിനുശേഷമോ? പശ്ചാത്, അതിനുശേഷവും ഞാൻ മാത്രമാണ്. പശ്ചാത്തഹം, അപ്പോഴും ആരുണ്ട്? ഞാനുണ്ട്. ഇനി ഭഗവാൻ വീണ്ടും പറയാണ്, ഇനി ഈ സത്തും അസത്തും വീണ്ടും പോയി കഴിഞ്ഞാൽ യോ അവശിഷ്യതേ, ആരാ അവശേഷിക്കുന്നത്? ഭഗവാൻ പറയുന്നു, അഹമേവ അസ്മി, ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ ഇവിടെ 3 കാലങ്ങള്. ഏതൊക്കെ? കഷ്ടകാലം, നല്ല കാലം. ഈ കാലങ്ങളൊന്നല്ലേ പറയുന്നത്. ഇവിടെ പറയുന്നത് ഭൂതം, വർത്തമാനം, ഭാവി. ഭഗവാൻ പറയുന്നു, എല്ലാം സത്തും അസത്തും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനേ ഉള്ളൂ, അത് ഉണ്ടായതിനു ശേഷവും ഞാനുണ്ട്. ഇനി എല്ലാവരും പോയി കഴിഞ്ഞാൽ, ഒരു സ്കൂളിലെ ടീച്ചർ പറയുന്നത് പോലെ, LKG ക്ലാസ്സിലെ ടീച്ചർ പറയുന്നത് പോലെ, ഈ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഞാൻ ടീച്ചറായിരുന്നു, ഈ വന്നിരിക്കുമ്പോഴും ഞാൻ ടീച്ചറാണ്. ഇനി ഇവർ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടിയാലും ഞാൻ അപ്പോഴും LKG ടീച്ചറാണ്. ഞാൻ എന്നും ടിങ്കിൾ ടിങ്കിളേ പറയാറുള്ളൂ. ടീച്ചർക്ക് പ്രൊമോഷൻ ഇല്ല. അതാണല്ലോ കുട്ടി പറഞ്ഞത്, തീരെ ക്ലാസ്സിൽ പഠിക്കാത്തതാരാടാ കൂട്ടാൻ നിന്റെ ക്ലാസ്സിൽ? ടീച്ചർ മാത്രം. അങ്ങനെ ടീച്ചർക്ക് ഇന്നവരെ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അതേ ക്ലാസ്സിൽ തന്നെയാണ് പാവം. ഇതുപോലെ ഭഗവാൻ ഇങ്ങനെ തന്നെയാണ് പറയാ, ഭക്തന്മാര് വരുന്നതിന് മുമ്പ് ഞാനേ ഉള്ളൂ, പിന്നെ അതിനുശേഷം തിരുമേനി വരും, പിന്നെ അതിനുശേഷം ഭക്തന്മാര് വരും, സത്തും അസത്തും. ഇനി അവരൊക്കെ പോയി കഴിഞ്ഞാലും അവശേഷിക്കുന്നത് ഞാൻ മാത്രം. ഇതാണോ അർത്ഥം? എന്താ അതിന്റെ സൂക്ഷ്മാർത്ഥം? ആദ്യം നമ്മൾ പ്രകൃതിയുടെ ഒരു നിയമം നോക്കാം. പ്രകൃതി എന്ന് പറയുന്നത് കാര്യ കാരണ സംബന്ധമാണ്. ഇതിനെ പറയും കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന്. കാര്യ കാരണം, എല്ലാറ്റിനും പിന്നിലൊരു കാരണമുണ്ടായിരിക്കണം. കാരണത്തിൽ നിന്നേ കാര്യമുണ്ടാവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിലൊരു കാരണമുണ്ട് അല്ലേ? ഏതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. നിങ്ങൾ പറയാറ് അങ്ങനെയാണല്ലോ, വർത്തമാനം പറയുമ്പോഴും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വിഷമം? അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ആചാര്യന്മാര് ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ എടുക്കാം. മൺപാത്രം, അതാണ് സാധാരണ പറയുക. മണ്ണിന്റെ പാത്രങ്ങള് അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങള് ഏതിൽ നിന്നുണ്ടായി? മണ്ണിൽ നിന്നുണ്ടായി. അപ്പൊ മണ്ണ് കാരണവും വിഗ്രഹങ്ങൾ കാര്യവും അല്ലെങ്കിൽ പാത്രങ്ങൾ കാര്യവും. പിന്നെ അവരുപയോഗിക്കുന്ന ഒരു ഉദാഹരണം സ്വർണവും ആഭരണവും. ആഭരണം എന്നത് കാര്യവും സ്വർണം എന്നത് കാരണം. ഇതൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും, കാരണം എക്സ്റ്റേണലാണ്. ഇനി നമ്മൾ നമ്മളിലേക്ക് വരിക, ഇതാണല്ലോ പഠിക്കേണ്ടത്. നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ കാരണം ആരെയാണ് ആരോപിക്കുക? നമ്മൾ ഇങ്ങോട്ട് വരാനുണ്ടായ ഒരു കാരണം നോക്കൂ, സ്വർണവും ആഭരണവും പറയാൻ പറ്റി. അതൊക്കെ എത്ര എളുപ്പം പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാര്യം പറയുമ്പോഴാണ് ആകെ സ്റ്റക്കായി പോകുന്നത്. പോട്ടെ, നമ്മൾ കാരണം പറയാ അച്ഛനും അമ്മയും അല്ലേ? അങ്ങനെയാണല്ലോ പറയാ. ഒരച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയാം. ശരി, അവരുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ വരാൻ കാരണം അവരുടെ മനസ്സിലുണ്ടായൊരു വികാരമാണ്, ആണല്ലോ അല്ലേ? ഇപ്പൊ മനോവികാരമാണ്. ഇപ്പൊ മനസ്സെന്ന വികാരത്തിൽ നിന്നാണ് കർമ്മം, ബീജം അങ്ങനെയൊക്കെ രൂപം ഉണ്ടായി വരുന്നതെങ്കിൽ മനസ്സിനെ കാരണമാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിനെ കാരണമാക്കിയെടുത്തു, പിന്നെ ബീജം അതിന്റെ കാര്യമായി മാറി. ഇനി വീണ്ടും ഒന്നുകൂടി പുറകോട്ട് ചിന്തിക്കൂ. മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിക്ക് അതിന് കാമമുണ്ടാവുമോ? അപ്പൊ എവിടുന്നാ വരുന്നത്? നമ്മള്